പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മുടെ ബോധമണ്ഡലം ഏത് ചക്രത്തിൽ കേന്ദ്രീകരിച്ചാണ് ഇരിക്കുന്നത്? പലരും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ഏത് ചക്രത്തിലാണ് നമ്മുടെ കോൺഷ്യസ്നെസ് ലെവൽ അഥവാ നമ്മുടെ ബോധമണ്ഡലം കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അഥവാ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം ഹാപ്പി ആയിരിക്കുന്നത് എന്ന് നോക്കിയാൽ മതി. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോൾ, സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുമ്പോഴും അതോടൊപ്പം കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴുമാണ് ഏറ്റവും അധികം ഹാപ്പി ആയിരിക്കുന്നതെങ്കിൽ, ഗുസ്തി അതുപോലുള്ള മത്സരങ്ങൾ, ഫിസിക്കലായിട്ട് നന്നായി ഇൻവോൾവ് ചെയ്യുന്ന കായിക മത്സരത്തിൽ അത് റേസ് നടത്തുക, അപ്പോൾ അതിനകത്തു നിന്ന് ലഭിക്കുന്ന വിജയിക്കുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ്, അതുപോലെ തന്നെ രുചികരമായ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഏറ്റവും അധികം സന്തോഷം ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബോധമണ്ഡലം മൂലാധാര ചക്രത്തിലായിരിക്കും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചക്രത്തിൻ്റെ പ്രത്യേകത നോക്കാം. സ്വാധിഷ്ഠാന ചക്രമാണ് മൂലാധാരത്തിന് തൊട്ട് മുകളിൽ. സ്വാധിഷ്ഠാന ചക്രം നമ്മുടെ ഉപബോധ മനസ്സുമായിട്ട്, ചിത്തത്തിലെ വാസനകളുമായി ഡയറക്റ്റായി കണക്റ്റായിരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രിയ അനുഭൂതികൾ, പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് തരുന്ന അനുഭൂതികളിലാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷം. അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് ലൈംഗികത അഥവാ സെക്സ്. അപ്പോൾ ഈ സെക്സുമായി ബന്ധപ്പെട്ട് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷം ലഭിക്കുന്നതെങ്കിൽ നമ്മുടെ ബോധമണ്ഡലം സ്വാധിഷ്ഠാന ചക്രത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത തലം നമ്മുടെ മണിപ്പൂരക ചക്രത്തിലാണെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുക, ഇൻ്റലക്ച്വലായിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക, ബുദ്ധിപരമായ സംവാദങ്ങളിൽ ഏർപ്പെടുക, ഡിബേറ്റുകൾ നടത്തുക, ചർച്ചകൾ നടത്തുക, ഈ രീതിയിൽ കലാസ്വാദനം നടത്തുക, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം ലഭിക്കുന്നതെങ്കിൽ മണിപ്പൂരക ചക്രത്തിലാണ് നിങ്ങളുടെ ബോധമണ്ഡലം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിന്, സഹജീവികളോട് കരുണ കാണിക്കുന്നതിന്, നിസ്വാർത്ഥമായി യാതൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ സേവനം ചെയ്യുമ്പോൾ, സഹായിക്കുമ്പോഴാണ് നമുക്ക് അതിയായ സന്തോഷം ലഭിക്കുന്നതെങ്കിൽ നമ്മുടെ ബോധം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഹൃദയചക്രത്തിലാണ്, അനാഹത ചക്രത്തിലാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ എന്തെങ്കിലും ശമ്പളം കിട്ടുന്നതിന് വേണ്ടിയോ പാരിതോഷികം കിട്ടുന്നതിന് വേണ്ടിയോ പേരും പ്രശസ്തിയും കിട്ടുന്നതിന് വേണ്ടിയോ ചെയ്യുന്ന നിസ്വാർത്ഥ കർമ്മങ്ങളെയല്ല. നിസ്വാർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ യാതൊന്നും പ്രതീക്ഷിക്കാതെ, നമ്മൾ അതിൽ നിന്ന് പേരോ പ്രശസ്തിയോ അവാർഡുകളോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ നമ്മൾ നിസ്വാർത്ഥമായി വേദന അനുഭവിക്കുന്ന മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യുക, സഹജീവികൾക്ക് വേണ്ട സഹായം ചെയ്യുക, അങ്ങനെ നമ്മൾക്ക് ഹാപ്പിനെസ്, സന്തോഷം ലഭിക്കുന്നുവെങ്കിൽ അനാഹത ചക്രത്തിലാണ് ബോധമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ വിശുദ്ധി ചക്രത്തിലേക്ക് വരുമ്പോൾ ശാന്തമായിരിക്കുന്നതിൽ നിന്ന് ഏകാന്തമായിരിക്കുന്നു, പ്രകൃതിയിൽ ലയിച്ചിരിക്കുന്നു, പ്രകൃതിയുടെ താളലയത്തിൽ നമ്മൾ ലയിച്ചിരിക്കുന്നു, പക്ഷികളുടെ കളകള സംഗീതത്തിൽ ലയിച്ചിരിക്കുന്നു, അശാന്തമായി ധ്യാന അവസ്ഥയിലായിരിക്കുന്നു. ആ ഏകാന്തതയിൽ, സോളിറ്റ്യൂഡിൽ നമുക്ക് അതിയായ സന്തോഷം ലഭിക്കുന്നെങ്കിൽ, അതോടൊപ്പം ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഗ്രന്ഥരചന അതുപോലെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് ലഭിക്കുന്നതെങ്കിൽ വിശുദ്ധി ചക്രത്തിലാണ് നമ്മുടെ ബോധമണ്ഡലം സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ആജ്ഞചക്രത്തിലേക്ക് വരുമ്പോൾ ധ്യാനാവസ്ഥയിൽ, ധ്യാനത്തിൽ നമ്മൾ ലയിച്ചിരിക്കുമ്പോൾ, ആ പ്രപഞ്ചശക്തിയിലേക്ക് ട്യൂൺ ചെയ്യുമ്പോൾ, കോസ്മിക് പവർ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ഏറ്റവും അധികം ഹാപ്പിനെസ്, സന്തോഷം ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബോധമണ്ഡലം ആജ്ഞചക്രത്തിലാണെന്ന് മനസ്സിലാക്കുക. ഇനി ആ ധ്യാനത്തിൽ നിന്ന് നിങ്ങൾ ലയിച്ച് സമാധിയിലേക്ക് അനസ്യൂതമായി ധ്യാനം കണ്ടിന്യൂ ചെയ്ത് പരമാത്മാവിൽ ലയിച്ച് ആയിരിക്കുന്ന
അവസ്ഥയിലാണ് എങ്കിൽ തപസ്സായിട്ട് മാറുകയാണ്. ധ്യാനം ഒരു തപസ്സായി അനസ്യൂതം കണ്ടിന്യൂ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ഏറ്റവും ഉയർന്ന ബോധാവസ്ഥയിൽ സഹസ്രാര ചക്രത്തിലാണ് ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക.